സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഇടഞ്ഞു നിൽക്കുന്ന മന്ത്രി വി അബ്ദുറഹ്മാനെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുന്നു. വ്യാഴാഴ്ച മലപ്പുറത്തെത്തുന്ന പിണറായി അബ്ദുറഹ്മാനുമായി കൂടിക്കാഴ്ച നടത്തും. താനൂരിൽ സ്ഥാനാർത്ഥിയായി അബ്ദുറഹ്മാനെ CPM പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം പ്രചാരണത്തിനിറങ്ങാതെ മാറി നിൽക്കുകയാണ്. ജില്ലാ കമ്മിറ്റി ഇടപെട്ടിട്ടും അബ്ദുറഹ്മാൻ വഴങ്ങാതിരുന്നതോടെയാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച മലപ്പുറത്ത് പുതിയ CPM ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും ഇവരുടെ കൂടിക്കാഴ്ച. അബ്ദുറഹ്മാൻ താനൂരിൽ തന്നെ മത്സരിക്കുമെന്നാണ് സൂചന. തിരൂരിലേക്ക് മാറിയേക്കുമെന്ന പ്രചാരണങ്ങൾ മന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നിഷേധിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് താനൂരിൽ നടന്ന ഗവൺമെന്റ് കോളേജ് കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട അസ്വാരസ്യമാണ് അബ്ദുറഹ്മാന്റെ പിണക്കത്തിനുള്ള പ്രധാന കാരണമെന്നാണ് സൂചന. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്ന താനൂർ MLA കൂടിയായ അബ്ദുറഹ്മാനെ കാത്തുനിൽക്കാതെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ R ബിന്ദു കോളേജ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. തുടർന്ന് ചടങ്ങ് ബഹിഷ്കരിച്ച അബ്ദുറഹ്മാൻ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല. തുടർച്ചയായി 2 തവണ വിജയിച്ച മണ്ഡലം എന്നതും അബ്ദുറഹ്മാന് മണ്ഡലത്തിലുള്ള മികച്ച പ്രതിച്ഛായയും കണക്കിലെടുത്തായിരുന്നു ഇത്തവണയും അബ്ദുറഹ്മാനെ സ്ഥാനാർത്ഥിയായി CPM പ്രഖ്യാപിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇത്തവണ വിദ്യാർത്ഥി നേതാവിനെയാണ് ലീഗ് അബ്ദുറഹ്മാനെതിരെ മത്സരിപ്പിക്കുന്നത്. ശക്തനായ സ്ഥാനാർത്ഥിയാണെങ്കിലും മണ്ഡലം നഷ്ടമാകില്ലെന്ന കണക്കുകൂട്ടലിലാണ് CPM. കഴിഞ്ഞ 10 വർഷം അബ്ദുറഹ്മാൻ താനൂരിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും അവ നിഷ്പക്ഷ വോട്ടുകൾ വലിയ അളവിൽ ലഭിക്കുന്നതിന് കാരണമാകുമെന്നാണ് CPM കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. അബ്ദുറഹ്മാൻ ആദ്യ മത്സരത്തിൽ സിറ്റിംഗ് MLA ആയിരുന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണിയെയാണ് പരാജയപ്പെടുത്തിയിരുന്നത്. ഇത്തവണ അബ്ദുറഹ്മാനെതിരെ നിയോജക മണ്ഡലം ലീഗ് പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ താനൂരിൽ ഉയർന്നു കേട്ടിരുന്നു. മികച്ച പ്രാദേശിക പിന്തുണയും വ്യക്തിബന്ധങ്ങളും കുടുംബകണ്ണികളുമുള്ള മുത്തുക്കോയ തങ്ങൾ മികച്ച എതിരാളിയാകുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു CPM-ഉം. അതിനാൽ മണ്ഡലം നിലനിർത്താൻ അബ്ദുറഹ്മാനെ പോലെ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന് തന്നെയായിരുന്നു CPM-ന്റെ തുടക്കം മുതലുള്ള ചിന്ത. അതുകൊണ്ട് മറ്റൊരാളുടെ പേരുപോലും പാർട്ടി ഒരു ഘട്ടത്തിലും പരിഗണിച്ചുമില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ലീഗിൽ രൂപപ്പെട്ട ആഭ്യന്തര കലാപം കൂടി തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് CPM-ന്റെ പ്രതീക്ഷ. മുത്തുക്കോയ തങ്ങൾക്ക് സീറ്റ് നൽകാതിരുന്നതിൽ ലീഗിലെ സാധാരണക്കാർക്കിടയിൽ കടുത്ത അമർഷമുണ്ട്. ഒപ്പം അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉയർത്തിയ വിവാദവുമുണ്ട്. ഈ 2 ഘടകങ്ങളും ഇത്തവണ ഗുണം ചെയ്യുമെന്ന് CPM വിലയിരുത്തൽ. എഡിറ്റർ ലൈവ്, താനൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.